നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് നീ എങ്ങനെയാണോ അകത്ത് കയറിയത് അതുപോലെ അങ്ങ് തിരിച്ചു പോക്കോ. എത്ര കഷ്ടപ്പെട്ട ഞാൻ ഇതിനകത്ത് കയറിയെന്നറിയോ? ഇനി എങ്ങനെ തിരിച്ചു പോവാനാ? എന്നെ പോലീസ് പിടിക്കും. ഇത്രയും മാജിക്ക് നിനക്ക് വശമുണ്ടല്ലോ. അങ്ങനെയെങ്കിലേ പോലീസിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാനും നിനക്ക് കഴിയും. അയ്യോ, അങ്ങനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ ഇറക്കി വിടല്ലേ പ്ലീസ്. ഇവനെ ഇറക്കി വിടണ്ട. ഇവനെ ഈ സമയത്ത് ഇറക്കി വിട്ടാ ഇവന്റെ കാര്യം കുഴപ്പത്തിലാവും. നാളെ നമുക്കിവനെ ഗൗതമിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അയ്യോ, സോറി സോറി. സാരമില്ല. ഏഴ് ദിവസം ഇവിടെ താമസിക്കുന്ന 7 ദിവസം നിന്റെ കഷ്ടകാലമാണടി. ഈശ്വരമംഗലത്തുകാരെ ഇനി നിന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. നാളെ മുതൽ നിന്റെ വിനാശകാലം ഇവിടെ തുടങ്ങാൻ പോവാ. ശ്രീകൃഷ്ണ, കണ്ണ, ഇന്നു മുതൽ വടക്കില്ലത്ത് ഞങ്ങളുടെ പൂജ തുടങ്ങുക. അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ. ഷൈനി, കിരൺ, മേഘ, അനു, എല്ലാവരും ഇതെന്തോ ഉറക്കവാ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. മേഘ, മര്യാദക്കൊന്നും കിടന്ന് ഉറങ്ങാനേ സമ്മതിക്കൂല. ഡേ, ഇവിടെ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയാ മതിയോ? പൂജയ്ക്ക് പോണ്ടേ നമുക്ക്? പൂജക്കുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇപ്പൊ ഒന്ന് മിണ്ടാതിരിക്കും. പൂജയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോഴേ നേരത്തെ ഇറങ്ങണമെന്നല്ലേ മുത്തശ്ശൻ പറഞ്ഞത്? റോഡിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ട് സമയത്ത് എത്താതിരുന്നാലോ? അതുകൊണ്ടാ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. മുത്തശ്ശന്റെ വാക്കുകൾ നമ്മൾ അവഗണിക്കരുത്. എല്ലാരും പെട്ടെന്ന് എഴുന്നേറ്റെ, പെട്ടെന്ന് കുളിച്ച് റെഡി ആവാം. വാ. ഇവിടെ ഉണ്ടായിരുന്ന ആരും എവിടെ? ആരും രാവിലെ തന്നെ സ്ഥലം വിട്ടോ? വൃന്ദേ, നീയല്ലേ ആദ്യം എഴുന്നേറ്റ്?
നീ അവനെ കണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അവൻ സ്ഥലം വിട്ടതായിക്കൂടെ? അങ്ങനെ നമ്മൾ ചിന്തിക്കും. കുറച്ചു കഴിയുമ്പോഴേ അവൻ നമ്മുടെ മുൻപിലെത്തും. അതാണല്ലോ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവൻ മാജിക് കാണിച്ചപ്പോ തൊട്ട് എനിക്ക് അവനെ സംശയമാ. അവൻ ഇൻവിസിബിൾ പവർ ഉണ്ടോന്ന്. പൊടി എഴുന്നു. അവനാരാ? സൂപ്പർമാനോ? അവനങ്ങനത്തെ കഴിവൊന്നുമില്ല. അതിനെപ്പറ്റി ശാസ്ത്രീയമായി ചിന്തിച്ചാലേ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവനിത് എവിടെ പോയതാ? ഈ ആരവ് കാരണം നമ്മൾ മഹാശിവലിംഗ പൂജയ്ക്ക് പോകുന്നതിന് തടസ്സം വരുമോ? അതിനൊരു തടസ്സവും വരില്ല. ഇപ്പൊ നമുക്ക് പ്രധാന ആരവല്ല, പൂജയാ. നിങ്ങൾ എല്ലാരും ഒന്ന് റെഡി ആവുമോ? ശരിയാ, എല്ലാവരും ഒന്ന് വേഗം റെഡിയായേ. ചേച്ചി ഇപ്പൊ തന്നെ റെഡി ആയിട്ടുണ്ടാവും. നമ്മള് പോയി കഴിയുമ്പോ ആരെങ്കിലും ഇതിനകത്ത് കയറി ആരവനെ കണ്ടാ പ്രശ്നാവോ? നീ അവന്റെ കാര്യം ഒന്ന് വിട്ടേ. പൂജയ്ക്ക് പോവാൻ റെഡിയാവോ? വാ. ഗൗതം, ആ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നീ റെഡി ആയി കഴിഞ്ഞോ? ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഗൗതം ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ റെഡി ആയിട്ട് നിൽക്കാം. ആ, ഇന്ന് നമ്മുടെ പൂജ തുടങ്ങല്ലേ. തിരുമേനി പറഞ്ഞിരിക്കുന്ന സമയത്തിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ എത്തണ്ടേ? എത്തണം. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ ഇറങ്ങാൻ ഗൗതമിനോട് വിളിച്ചു പറഞ്ഞത്. വൃന്ദിയും ഫ്രണ്ട്സും ഇറങ്ങാൻ ലേറ്റ് ആവരെന്ന് അവരോടൊന്ന് പറഞ്ഞേക്കണേ. അവരോടും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ആ, എന്നാ ഓക്കെ, ഞാനിപ്പോ അവിടെ എത്തും. എനിക്കിനി ഒരു 10 മിനിറ്റ് മതി അവിടെ എത്താൻ. ഗൗതത്തിന് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? ടെൻഷനുണ്ട്. കൃത്യസമയത്ത് തന്നെ പൂജ നടക്കണ്ടേ. അതൊന്ന് തുടങ്ങിയാലേ എനിക്ക് സമാധാനം കിട്ടും. പൂജയുടെ കാര്യത്തില് ഗൗതം ടെൻഷൻ ആവണ്ട. അത് കൃത്യസമയത്ത് തിരുമേനി നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. ശരി, ഞാൻ അവിടെ എത്തുമ്പോ വിളിക്കാം. നിങ്ങൾ എല്ലാവരും അപ്പൊ ഇറങ്ങി നിന്നാ മതി. ശരി ഗൗതം.